തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പൂർവ്വകല ശുചീകരണത്തെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിലവാരമില്ലാത്ത നിലയിലുള്ള കളിയാക്കലാണ് ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നിയമസഭയിൽ പിന്നെ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ തന്നെ അതിന് മറുപടി പറയുക എന്നുള്ള നിലപാടാണ് ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹം സ്വീകരിക്കേണ്ടിയിരുന്നത്. അതിന് പകരം ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തെ ചുവടുപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആരോഗ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരെയും താറടിച്ച് കാണിക്കുന്ന എന്നുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്തായാലും വളരെ ഖേദകരമായ സംഭവം ആയിപ്പോയി. അദ്ദേഹം ഈ കാര്യങ്ങളൊന്ന് ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കണം. ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. മാധ്യമങ്ങൾ ഇന്നലെ ഈ 31 മണിക്കൂർ നേരവും മാധ്യമങ്ങളൊക്കെ തന്നെ സംഭവം വീക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെയാണ് യഥാർത്ഥത്തിൽ ആരുടെ അധീനതയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ഇത് കോർപ്പറേഷനെയും കിട്ടിയ അവസരം നോക്കി തിരുവനന്തപുരം കോർപ്പറേഷനെയും ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം നോക്കുന്നത്. ഒരു അത്യാഹിതം സംഭവിച്ച് ആ അത്യാഹിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അത്യാഹിതത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന അവസരത്തിലും ഈ ദുഷ്ടലാക്കോടുകൂടിയ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നത് തികച്ചും ഖേദകരമാണ്. യഥാർത്ഥത്തിൽ ആ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് പിൻവലിച്ച് ഇവിടെ വന്ന് ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും. മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് കണ്ടത്. വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് കൂടി ഈ ദുരന്തം വേദിയാവുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് മന്ത്രിയുടെ പ്രതികരണത്തെ കാണേണ്ടത്. വീണ്ടും ആഷിക്ക് പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ രാത്രിയാകുന്നു. ഇന്നലെ രാത്രിയും ഏറെക്കുറെ 12 മണിവരെ ഈ രക്ഷാ ദൗത്യം തുടർന്നതാണ്. ഇന്നിപ്പോൾ ഇരുട്ടിലും ഏതെല്ലാം നിലക്ക് ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സൈഫുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞും ഏതാണ്ട് 1:30 വരെ നീളുന്ന രക്ഷാപ്രവർത്തനമാണ് ഇന്നലെ നടന്നത്. രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടായത് NDRF സംഘം പത്തനംതിട്ടയിൽ നിന്ന് എത്തിയതാണ്. അവരുടെ കൂടെ നിർദ്ദേശത്തിലാണ് പുലർച്ചയിലേക്ക് ഇന്നലത്തെ രക്ഷാപ്രവർത്തനം മാറ്റിവെച്ചത്. ഇന്ന് രാവിലെ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നേരം ഇരുട്ടുമ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സംഘം. അതിൽ വിവിധ സ്ട്രാറ്റജികൾ പരീക്ഷിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാക്കാനുള്ള ഇടപെടലാണ് നടക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ പെട്ടുപോയ ജോയിയെ രക്ഷപ്പെടുത്താൻ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് അതിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ മാലിന്യ കൂമ്പാരങ്ങളാണ്. അതിനിടയിലേക്ക് കടന്നു ചെല്ലാൻ രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാലിന്യവും ചെളിയുടെയും കൂമ്പാരങ്ങളെ നീക്കിക്കൊണ്ട് മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലഷിംഗ് അടക്കമുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ഈ അടുത്ത ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം കൊണ്ടുപോകാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 5 നമ്പർ പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോളിൽ ഫ്ലഷിംഗ് സംവിധാനം ഉപയോഗിച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ 1 നമ്പർ പ്ലാറ്റ്ഫോമിന് പിന്നിലുള്ള ഈ ജോയിയെ കാണാതായ തുരങ്കത്തിന് മുൻഭാഗത്ത് ഒരു തടയണ പോലെയുള്ള സംവിധാനം നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തി കൂടുതൽ വെള്ളം ഉയരത്തിലെത്തുമ്പോൾ അത് തുറന്നുവിട്ട് അതിന്റെ ഫോഴ്സിൽ ഈ ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്യാനുള്ള ഒരു ഒരുക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ ക്രെയിനും കൂടാതെ ഇരുമ്പ് മറകളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ ഇരുമ്പ് മറകൾ ക്രെയിനുകളുടെ സഹായത്തോടെ ഈ 1 നമ്പർ പ്ലാറ്റ്ഫോമിന് പിന്നിലുള്ള തുരങ്കത്തിന്റെ മുൻഭാഗത്ത് വെക്കുകയും ഒഴുകി വരുന്ന വെള്ളം വലിയ തോതിൽ കെട്ടി ഒരു അളവിന് അധികമാകുമ്പോഴേക്കും അത് തുറന്നുവിട്ട് അതിന്റെ ഫോഴ്സിൽ ഈ തുരങ്കത്തിനുള്ളിലെ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയുമാണ് ഇപ്പോഴുള്ള. ഈ പുതിയ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് തടസ്സങ്ങൾ നീക്കി ഈ തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ ഫലപ്രദമായി കടന്നു ചെല്ലാനുള്ള ഒരു ഇടപെടലാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നത്.
അതിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന 6-അംഗ നേവി സംഘത്തിന്റെ ഇടപെടലാണ്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് അവരുടെ കയ്യിൽ സായത്തമായിട്ടുള്ള പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങളാണ്. മുൻപ് ഇവിടെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന സാങ്കേതിക സംവിധാനങ്ങൾ പോലെയല്ല, മറ്റു പല ദുരന്തമുഖങ്ങളിലും ഉപയോഗിച്ച് പരിചയസമ്പന്നരായ വിജയം കണ്ട സാങ്കേതിക സംവിധാനങ്ങൾ, അവയുമായിട്ടായിരിക്കും എറണാകുളത്ത് നിന്ന് ഈ നേവി സംഘം എത്തുന്നത്. അവയുടെ ഉപയോഗം ഈ ആമേഴഞ്ചാൻ തോട്ടിലെ ഈ ദുരന്തത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും നിർണായകമായി തീരും. പ്രത്യേകിച്ച് മണിപ്പൂരിലടക്കമുണ്ടായ തുരങ്കത്തിനകത്ത് കുടുങ്ങിപ്പോയ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച പ്രത്യേക സാങ്കേതിക വിദ്യകളിൽ പരിജ്ഞാനമുള്ള ആളുകളാണ് ഇവിടെയും എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവയുപയോഗിച്ച് ഇതിനുള്ളിൽ എവിടെയാണ് ജോയി കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഇടപെടലുകൾ നേവിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത്തരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ ഡീപ് ഡൈവേഴ്സ്, ആഴങ്ങളിലേക്ക് നീന്തിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ ശേഷിയുള്ള ഈ പ്രത്യേക സംഘം ഇവിടെ നടത്തുന്ന ഇടപെടൽ വരും മണിക്കൂറുകളിൽ നിർണായകമാകും. അതേസമയം വൈകിയെത്തുന്ന നേവി സംഘത്തിന് എത്രമേൽ ഈ രാത്രിക്ക് നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതേസമയം ഈ സംഭവം രാഷ്ട്രീയ വിവാദമായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജോയിയെ കണ്ടെത്തുന്നതുവരെ ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന ഒരു പൊതു മാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാക്കിയതോടുകൂടി മന്ത്രി ശിവൻകുട്ടി അടക്കം അല്പനേരം മുമ്പ് പ്രതികരിച്ചതിലടക്കം രാഷ്ട്രീയമായ ഒരു ചർച്ചയ്ക്ക് കൂടി വഴിവെക്കുകയാണ്. അതിൽ വലിയ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഈ മാലിന്യം ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത് ആരുടെ കെടുകാര്യസ്ഥത മൂലമാണ് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. പലരും തങ്ങളുടേതല്ല ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് കൈമാറുമ്പോഴും ഇതിൽ ഓരോരുത്തർക്കും ഒരു സമൂഹം എന്ന നിലയിൽ ഇത്രമേൽ മാലിന്യം ഈ തോട്ടിൽ അടിഞ്ഞുകൂടിയതിൽ ഓരോരുത്തർക്കും അതിന്റെ പങ്കുണ്ട്. അതിന്റെ പങ്കിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഒരു രാഷ്ട്രീയ വിവാദമായി കൂടി ഇത് പരിണമിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം നിലയ്ക്കാതെ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.